സുഹൃത്തുക്കളെ, ഞാൻ ടെസ്റ്റിംഗ് നോപ്പൽ. അപ്പൊ നമ്മുടെ ഫാമിലി ചെടി നടന്നത് കണ്ടിട്ട് പോയതല്ലേ നിങ്ങളെല്ലാരും. അപ്പൊ അതെ, എല്ലാവരും വായോട്ടാ. നമ്മള് വിളവെടുപ്പിനാണ് ഇന്ന് വന്നിട്ടുള്ളത്. 45-ാം ദിവസം മുതൽ തന്നെ നമുക്ക് ഇതേ നമ്മുടെ വിളകള് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാന്നല്ലേ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. കൃത്യതാ കൃഷിയാണ് കേട്ടോ നമ്മളിവിടെ അവലംബിച്ചിട്ടുള്ളത്. അതായത് കൃത്യമായി വളവും പരിചരണവും നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നല്ല വിളവും ഇവര് നമുക്ക് തരൂട്ടാ. കർഷകർക്ക് പല സമയത്തും വിളകൾക്ക് വില ലഭിക്കില്ല എന്നുള്ളൊരു പരാതി പറയുമ്പോഴും അതിനെ കുറിച്ചിട്ട് സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ചില വിളകൾക്ക് പ്രത്യേക സമയത്ത് നമുക്ക് വില കിട്ടുന്നതായിട്ട് കാണാം. ഇപ്പോ നമ്മള് വിഷു കാലഘട്ടത്തില് നമുക്ക് വെള്ളരിക്കക്ക് ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നു കാണാം. ആ വെള്ളരിക്ക ഡിമാൻഡ് വിഷു കഴിഞ്ഞു. അപ്പോൾ പല ആളുകളും, നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളും ഒക്കെ പച്ചക്കറി ഒരു പരിധി വിട്ടിട്ട് കഴിക്കുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് അത് ഉപയോഗിക്കുന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ പ്രത്യേക സമയത്ത് മാത്രം നമുക്കതിനെ വില കിട്ടുന്നത്. അത് മാറി നമ്മള് പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാരും അതിനൊരു മുൻകൈ എടുത്തിട്ട് ഒരു എല്ലാ വിഭവങ്ങളും ഒരു എല്ലാ സമയത്തും കൂടെ ഉപയോഗിക്കാവുന്ന ഒരു രീതി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാ സമയത്തും ആ ഡിമാൻഡ് ഉണ്ടാവുമല്ലോ. അത് നമ്മൾ ഒരു എപ്പോഴും മറിഞ്ഞെടുക്കുന്ന ഒരു രഹസ്യമാണ് അത്. വർഷം മുഴുവനും നമുക്ക് വിളവ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ ഫാം സെറ്റ് ചെയ്തിട്ടുള്ളത്. പയറ്, മത്തൻ, വെണ്ട, പടവലം, പാവയ്ക്ക. റമദാനിനെ വരവേൽക്കാനായി സ്വന്തം തൊടിയിൽ നമ്മൾ തണ്ണിമത്തനും കൃഷി ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഈ ഒരു 30 ദിവസവും റമദാനിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ തണ്ണിമത്തൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല, നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. മാനത്തമ്പിളി തെളിയുന്നത് പോലെ തന്നെ നമ്മുടെ തൊടിയിലും അമ്പിളി മത്തൻ അങ്ങിങ്ങായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സുന്ദരികളായി മഞ്ഞ നിറത്തിൽ ആരെയും ആകർഷിക്കും വിധം അവിടെയും ഇവിടെയും ഒക്കെ അമ്പിളിമത്തൻ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. കൃഷിയുടെ ഗുണങ്ങളെ പറ്റിയും കൃഷിയെ കുറിച്ചും ഒക്കെ നമ്മൾ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഖേദകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതായത് ഒരു ദിവസമെങ്കിലും പത്രം എടുത്താൽ നമ്മൾ കാണാതിരിക്കുന്നില്ല, വന്യജീവി ആക്രമണം മൂലം മരണം പെട്ടുപോയ നമ്മുടെ ഒരുപാട് കർഷക സുഹൃത്തുക്കള് ആനയും കാട്ടുപോത്തും ഒക്കെ ചവിട്ടിക്കൊന്നിട്ട് വളരെയധികം ഖേദം നമുക്ക് ആ ഒരു കാര്യത്തിലുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ കാട്ടുപോത്തോ അല്ലെങ്കിൽ ആനയോ ഒന്നും ഇല്ലെങ്കിലും കാട്ടുപന്നി, മുള്ളം പന്നി, അതുപോലെ തന്നെ നമുക്ക് ഈ കാട്ടുമുയലൊക്കെ വളരെയധികം നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ രാവിലെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ മത്തന്റെ ഇലയും വെള്ളരിയുടെ ഇലയൊക്കെ വളരെ നമുക്കിങ്ങനെ കണ്ടാ സങ്കടം തോന്നുന്ന രീതിയിലാണ് കടിച്ചു പറിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ ഒരു പരിധി വരെ നമ്മൾ ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്കിത് ഈ ഒരു സോളാർ ലൈറ്റ് നമ്മൾ ഇവിടെ അങ്ങിങ്ങായി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്തൊന്നും ഇല്ലെങ്കിലും അങ്ങിങ്ങായി അവിടെയും ഇവിടെയൊക്കെ ഓരോ ലൈനുകളിലും നമ്മൾ കൊടുക്കാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. രാത്രിയിൽ നമുക്ക് ഈ ഒരു വെളിച്ചം ഇങ്ങനെ തീപ്പന്തം പോലെ കത്തുമ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ശർക്കരക്കണി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ചെറു കീടങ്ങളും വളരെയധികം കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു ശർക്കരക്കണിയില് ഈ വെളിച്ചത്തിന്റെ ആ ഒരു ഇതില് വെട്ടത്തിൽ അവ എങ്ങനെ വന്ന് അതിലേക്ക് ചത്തുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാള കിടക്കും കയറോടും എന്താണെന്നല്ലേ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ് അത്. കുമ്പളനും മത്തനും ഒക്കെ കാലമായി നമ്മൾ പാകമായി വരുമ്പോൾ
എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവരിങ്ങനെ കിടന്ന് വള്ളികളായി കയറുകൾ പോലെ ഇങ്ങനെ പടർന്നു പന്തലിക്കുന്നതിനെയാണ് നമ്മൾ കാള കിടക്കും കയറോടും എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ വളരെ രസകരമായിട്ടാണ് നമ്മുടെ തൊടിയിലും നമ്മളിപ്പോ കണ്ടുവരുന്നത് കേട്ടാ. കാളകൾ ഇങ്ങനെ അങ്ങിങ്ങായി കിടക്കുന്നു, കയറുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്നോ വൈറ്റ് കുക്കുംബർ. കണ്ടാൽ തന്നെ ഉണ്ട് അല്ലേ, നല്ല മഞ്ഞ് പോലെ വെള്ളം, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. Snow White cucumber. Snow White cucumber. Snow White cucumber. വിദേശ വിളയും നമ്മുടെ നാട്ടിൽ പ്രചാരമേറിക്കൊണ്ടിരിക്കുന്ന സുക്കിനിയും നമ്മുടെ തൊടിയിൽ പൂത്തു തുടങ്ങിയിരിക്കുന്നു. പിന്നെ നമ്മൾ പപ്പായ ചെരിച്ചു വെച്ചപ്പോ പലരും നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, പപ്പായ എന്താ ചെരിച്ചു വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഇത്ര വിവരം ഉണ്ടായിട്ട് ഇത്ര വിവരമില്ലായ്മയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ. നോക്കിയേ, നമ്മൾ ചെരിച്ചു വെച്ച പപ്പായൊക്കെ നല്ല സ്റ്റഡി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ബുഷി ആയിട്ട് വളർന്നിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. യൂട്യൂബിലാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിരുന്നേ. എങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന ഔഫൽ.